കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം എലോക്കരയിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ വൻ തീപിടുത്തം എന്ന വാർത്ത. പുലർച്ചെ 3:30 തീപിടുത്തം ഉണ്ടായത്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. മിഥില, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, ഏറ്റവും പുതിയ വാർത്ത എന്നത് തീ നിയന്ത്രണ വിധേയം എന്നത് തന്നെയാണ്. പുലർച്ചെ 3:30 ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ യൂണിറ്റിൽ തീപിടുത്തമുണ്ടായത്. താമരശ്ശേരി എലോക്കരയിലാണ്. നിലവിൽ 6 യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം 3:30 മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു പ്രതിസന്ധിയായത് താമരശ്ശേരിയിൽ ഫയർ സ്റ്റേഷൻ ഇല്ല എന്നത് തന്നെയായിരുന്നു. മുക്കത്ത് നിന്നും കോഴിക്കോട് വെള്ളിമാട് കുന്നും നരിക്കുനി ഇവിടങ്ങളിൽ നിന്നെല്ലാമാണ് ഫയർ യൂണിറ്റ് അങ്ങോട്ട് എത്തിയത്. പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്ലാസ്റ്റിക് അവിടെ ഉണ്ടായിരുന്നു. ഇത് തീ ആളിക്കത്താൻ കാരണമായി. വളരെ പെട്ടെന്ന് ഫയർ യൂണിറ്റ് അങ്ങോട്ട് എത്താത്തതും ഒരു പ്രതിസന്ധി ആയിട്ടുണ്ടായിരുന്നു. താമരശ്ശേരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫയർ യൂണിറ്റ് അല്ലെങ്കിൽ ഫയർ സ്റ്റേഷൻ ഇല്ല എന്നത് വലിയ പ്രതിസന്ധിയാണ്. അടിക്കടി ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. വളരെ കാലമായി അവിടുത്തെ പ്രദേശവാസികളെല്ലാം തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ ഒരു ഫയർ സ്റ്റേഷൻ വേണം എന്നത്. നിലവിൽ മുക്കത്ത് നിന്ന് 2 യൂണിറ്റും നരിക്കുനിയിൽ നിന്ന് 2 യൂണിറ്റും ഒപ്പം തന്നെ വെള്ളിമാട് കുന്നിൽ നിന്ന് 2 യൂണിറ്റും എത്തിയാണ് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം അനുസരിച്ച് തീ നിയന്ത്രണ വിധേയമാണ്. 3 നില കെട്ടിടമാണ്. അത് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു പിക്കപ്പ് വാനുണ്ട്, അത് കത്തി നശിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ JCB എത്തിച്ച് അവിടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം നീക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കുന്ന സമയത്ത് അടിയിലേക്ക് തീ പടരുന്നുണ്ട്. പക്ഷേ നേരത്തെ ഉണ്ടായതുപോലെയല്ല, നിയന്ത്രണ വിധേയമാണ്. ഈ അഗ്നിരക്ഷാ സേനയ്ക്ക് അത് പൂർണ്ണമായും അണയ്ക്കാൻ ഉടൻ തന്നെ കഴിയും എന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. ഉന്മേഷ്, ഇതാണ് താമരശ്ശേരിയിൽ നിന്നും നൽകാനുള്ള വാർത്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.